ആഹാരത്തിലൂടെയും മറ്റും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ് പലപ്പോഴും രോഗകാരണമാവുന്നത്. ഇത്തരം മാലിന്യങ്ങളെ നീക്കാനാണ് വസ്തി തുടങ്ങിയ പഞ്ചകർമ്മങ്ങൾ. പഞ്ചകർമ്മ ചികിത്സയിലും ശ്രദ്ധിക്കാനുള്ളത്, ഈ വിധ രോഗങ്ങൾ ശരീരത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. വായു എങ്ങനെ കോപിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ശരിക്കും വായു കോപിക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും വായു നിന്ന് പ്രവർത്തിച്ച് പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപാനവായു എന്ന് പറയും. അപാനവായു എന്ന് പറഞ്ഞാൽ നാഭിഭാഗത്ത് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്ന വായുവാണ്. അപാന വൈഗുണ്യം, ഈ വായു തടസ്സമുണ്ടാക്കിയാൽ മുകളിലേക്ക് വായുവിൻ്റെ ഗതി കയറുകയും അനേക രോഗങ്ങളുണ്ടാകുന്നതിനും കാരണമാകും. നമ്മളുടെ വസ്തുപ്രയോഗങ്ങൾ വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ അപാന വൈഗുണ്യം മാറ്റുന്നതിന് വേണ്ടിയിട്ട്. രക്തത്തിലേക്കുണ്ടാകുന്ന വായുവിൻ്റെ അതൊരു സ്വഭാവം ഞാൻ കാണിച്ചുതരാം. വായു എങ്ങനെ ആണ് ഒരു വാക്വം ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കിക്കോളൂ. ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ വയറിൻ്റെ ഭാഗത്തേക്ക് ഒരു വാക്വം ഫോം ചെയ്യും. നമ്മൾ അതിന് അനുസൃതമായി നിൽക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന പേശികളെല്ലാം പിടിച്ചു മുറുക്കുകയും ചെയ്യും. ഇതിനെ റിലാക്സ് ചെയ്യിക്കുക. അതിനുവേണ്ടി ശോധന ചികിത്സകൾ ചെയ്താൽ വളരെ പ്രയോജനപ്പെടും. നമ്മൾ സ്നിഗ്ധത ഉള്ള ഔഷധങ്ങളെ കൊണ്ട് ശോധന ചെയ്യാം, അതായത് സ്നേഹവസ്തി എന്ന് പറയും. അപ്പോൾ ഈ ദോഷങ്ങൾ പല രീതിയിൽ നമ്മളുടെ കോഷ്ഠത്തിൽ അല്ലെങ്കിൽ വയറിനകത്ത്, അതായത് കോഷ്ടം എന്ന് പറയുമ്പോൾ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ വയറ് എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ഈ വയറിനകത്ത് കിടക്കുന്ന ദോഷങ്ങൾ വായു ആയാലും മറ്റ് ആമം ദഹിക്കാതെ നിൽക്കുന്ന ആഹാര സാധനങ്ങളുടെ അംശങ്ങൾ, ഇതിനെയെല്ലാം ബഹിർഗമിച്ച് വെളിയിലേക്ക് പോക്കുന്ന ഒരു ശോധനക്രിയ അല്ലെങ്കിൽ ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് സ്നേഹവസ്തി അല്ലെങ്കിൽ കഷായവസ്തി. ഇത് രണ്ടും തന്നെ. അപ്പോൾ സാധാരണ സ്നേഹവസ്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സുകുമാരഹൃതം, സഹചരാതി തൈലം, ധന്വന്തരം തൈലം അല്ലെങ്കിൽ ധന്വന്തരഹൃതം, വസ്ത്യാമ്യാന്തഹൃതം, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് സ്നേഹവസ്തി ഉപയോഗിക്കാം. ഗന്ധർവസ്ഥാതി ഘൃതമാക്കാം, ഗന്ധർവസ്ഥാതി ആവണക്കെണ്ണ, ഗന്ധർവസ്ഥാതി തൈലം ഉണ്ടാക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് സ്നേഹവസ്തി ചെയ്യാവുന്ന, അതെല്ലാം ശോധന ചികിത്സയിൽപ്പെടുന്ന ഔഷധങ്ങളാണ്. അതേപോലെ സ്നേഹവസ്തി ചെയ്തിട്ട് കോഷ്ഠത്തിൽ സ്നിഗ്ധത വരുത്തിയതിന് ശേഷമാണ് കഷായവസ്തി ചെയ്യാൻ പറഞ്ഞത്. കഷായവസ്തി മുഴുവൻ ദോഷത്തെയും ബഹിർഗമിച്ച് വെളിയിലേക്ക് കളയുന്നതിന് പല കൂട്ടം ഔഷധങ്ങളെ ചേർത്തിട്ട് പലതരത്തിലുള്ള വസ്തികളുണ്ട്. മാധുതൈലിക വസ്തി, ഇങ്ങനെ പല തരത്തിലുള്ള കഷായവസ്തി. അത് പിന്നീട് കുറച്ചും കൂടി വിശദീകരിച്ച് വസ്തിയെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള വസ്തി ചെയ്തിട്ട് ദോഷത്തെ ബഹിർഗമിച്ച് വെളിയിലേക്ക് കളയും. ഓരോ മനുഷ്യനും സ്വന്തം ശരീരം വിലപ്പെട്ടതാണ്. ശരീരത്തെ നിസ്സാരമായി കാണരുത്. ഏതൊരാൾക്കും ഏതൊരാളിലും എളുപ്പത്തിൽ ചെയ്യാവുന്നതല്ല പഞ്ചകർമ്മം. ശരീരത്തെയും രോഗാവസ്ഥയെയും കുറിച്ച് അറിവും പാരമ്പര്യവുമുള്ള വൈദ്യൻ്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ പഞ്ചകർമ്മം ചെയ്യാൻ പാടുള്ളൂ. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന സ്ട്രെച്ച് അല്ലെങ്കിൽ പിടിച്ച് വലിച്ചു മുറുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ബോഡിയിലുണ്ടാകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത്, ഒരാൾ നടന്നു പോകുന്നു, അപ്പോൾ ചെറിയൊരു ചരിവുണ്ട്, ഇത്രയല്ലേ കാണുന്നുള്ളൂ. ഈ ചരിവുണ്ടാകുന്നത് ജന്മന ഉണ്ടാകാവുന്ന ചരിവ് കാണാം, നമ്മളുടെ ജീവിതചര്യകൾ കൊണ്ടുണ്ടാകുന്ന ചരിവുകൾ കാണാം, നമ്മളുടെ ആഹാരത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് വായു ക്ഷോഭിച്ചിട്ട് പല ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് നിന്നിട്ട് ഞാൻ കാണിച്ച പോലെ വാക്വം ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയെ പിടിച്ച് വലിച്ചു മുറുക്കുന്ന സ്വഭാവം ധാരാളം കണ്ടുവരാറുണ്ട്. അതിൽ ഈ സ്നേഹവസ്തി സാധാരണ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വൈദ്യന് പോലും സ്നേഹവസ്തിയോ അല്ലെങ്കിൽ കഷായവസ്തിയോ ചെയ്യുന്ന അവസരത്തിൽ ഇതിനെ അറിയാതെ അനുലോമനം ഉണ്ടാക്കുകയും നേരെ അതിൻ്റെ ആ സ്ട്രെച്ചിങ് സ്വഭാവം മാറ്റുകയും രോഗം മാറ്റുകയും അല്ലെങ്കിൽ ആളിന് സ്വസ്ഥമായിട്ട് നടന്നു പോകുന്നതിനും കാരണമാകുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അനേകം ശരീരത്തിൽ, അതായത് പുസ്തകത്തിൽ നിന്ന് കാണാൻ പറ്റാത്ത പലതും ചികിത്സാ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞരമ്പുകൾ പിടിച്ച് വലിച്ചു മുറുക്കുന്ന സ്വഭാവം. നമ്മളൊരു വല വീശുകയാണെന്ന് വിചാരിച്ചുള്ളൂ. ഈ വല വീശി കഴിയുമ്പോൾ വളരെ വിശാലമായിട്ട് ഈ വല ഇങ്ങനെ പോകുന്നു,
എന്നിട്ട് ഒരു മൂലയ്ക്ക് നിന്നിട്ട് പിടിച്ച് വലിച്ചു മുറുക്കും. ഈ മൂലയ്ക്ക് വലിക്കുമ്പോൾ പല ഭാഗത്തു നിന്നും കേന്ദ്രീകരിച്ചിരിക്കുന്ന പല സംഗതികളും ഒരേ ഭാഗങ്ങളിലേക്ക് വലിച്ചു മുറുക്കി എടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ബോഡിയും ഒരു നെറ്റിനകത്ത് നിൽക്കുകയാണ്. ഇതിനെ ഏതെങ്കിലും ഓരോ ഭാഗങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ ഈ വായു കോപിച്ച് കഴിയുമ്പോൾ, അതായത് 2 അവസ്ഥകളുണ്ട്. ദോഷങ്ങളെ പറയുമ്പോൾ തന്നെ പിത്തം പങ്കു കഫം പങ്കു പങ്കവോ മലധാതവ വായുന എത്ര നിയന്തേ തത്ര ഗച്ഛന്തി മേഘവത്. അപ്പം ഈ പിന്നെ പിത്തം പങ്കു കഫം പങ്കു പങ്കവോ മലധാതവ. അപ്പം ഈ പിത്തം പങ്കുവാണെന്ന് വെച്ചാൽ മുടന്തനാണ്, നടക്കാൻ കഴിയുന്നില്ല, സ്വയം അതിന് ചലിക്കാൻ കഴിയുന്നില്ല. കഫത്തിനും അതേ അവസ്ഥ തന്നെയാണ്, അതും പങ്കുവാണ്, തനിയെ നടക്കില്ല. എന്നാൽ വായു ഇതിനെ ഈ പിത്തത്തെയും കഫത്തെയും വർദ്ധിച്ചിരിക്കുന്നതിനെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും വലിച്ചുകൊണ്ട് പോകുന്നതിന് വായു സഹായിക്കുന്നുണ്ട്. ഇത് മേഘം എങ്ങനെ വായു അല്ലെങ്കിൽ കാറ്റ് മേഘത്തെ എപ്രകാരം ചരിച്ചുകൊണ്ട് നടക്കുന്നുവോ അതേപോലെ പിത്തത്തെയും കഫത്തെയും വായു ചലിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ വായുവിന് അനുലോമനമായിട്ടുള്ള ചികിത്സ നമ്മൾ ചെയ്യേണ്ടതാണ്, അത്യാവശ്യമായിട്ടുള്ള ഒരു രീതി. പഞ്ചകർമ്മങ്ങൾ കൊണ്ട് അത്ഭുതകരമായ ഫലസിദ്ധി ഉണ്ടാകും. പക്ഷേ അറിവില്ലാത്തവർ ചെയ്യുമ്പോൾ അപകടമാവും ഫലം. പഞ്ചകർമ്മം ചെയ്യുന്നവരുടെ ചികിത്സാ പരിചയവും പാരമ്പര്യവും അറിഞ്ഞു മാത്രം അതിന് തയ്യാറാവുക. കഷായവസ്തി സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് കഷായം വസ്തി ചെയ്താൽ ഇത്ര മാത്രമാണ് കണക്കുണ്ട്, അതിനുള്ളിൽ പുറത്ത് പോയിരിക്കണം. അതല്ലെങ്കിൽ പക്ഷാഘാതമോ ജീവഹാനിയോ സംഭവിക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ് കഷായവസ്തി. കാരണം ഇത് കഷായം മരുന്ന് ചേർത്തിട്ട് ഉള്ളിലേക്ക് കയറ്റുകയാണ്, അയാളുടെ അപകടകാരിയല്ല എന്നുള്ള ധാരണയിൽ ആരും ചെയ്യണ്ട. പിന്നെ ഈ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതിന് ചില ശരീരപ്രകൃതികൾ പറയുന്നുണ്ട്. ഇന്ന ആൾക്കാർക്ക് ചെയ്തുകൂടാ, ഇന്ന ആൾക്കാർക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കഷായവസ്തിയൊക്കെ പ്രമേഹ രോഗികൾക്ക് ചെയ്യാൻ പാടില്ല, മൂലക്കുരുള്ളവർക്ക് ചെയ്യാൻ പാടില്ല. അത് അതിയായിട്ട് സ്ഥൂല ശരീരികൾക്ക് ഇവർക്കൊന്നും കഷായവസ്തി ചെയ്തുകൂടാ, ഹൃദ്രോഗികൾക്ക് ചെയ്തുകൂടാ. അങ്ങനെ ചെയ്തു കൂടാത്ത ആൾക്കാരുണ്ട്, കഷായവസ്തി ചെയ്യേണ്ട ആൾക്കാരുണ്ട്. എന്നാൽ ചെയ്തു കൂടാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് ഒരുപാട് മുൻകരുതലെടുത്തിട്ട് വേണം കഷായവസ്തി ചെയ്യാൻ. ഇപ്പോൾ ഈ പഞ്ചകർമ്മങ്ങളിൽ ഓരോന്നും കയറി വരും തോറും അപകടം കൂടിക്കൂടി വരുന്നൊരു ചികിത്സാ സമ്പ്രദായമാണ് ഈ പഞ്ചകർമ്മത്തിൽ. ഇതിലേറ്റവും ഡേഞ്ചറാണ് അവസാനത്തെ പറയാൻ പോകുന്നത്. കഷായവസ്തി സാമാന്യം അപകടകാരിയാണ്, ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതറിയാത്തവർ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ആൻലോമ്യം വരുത്തിയിട്ടേ കഷായവസ്തി ചെയ്യാവൂ. കഷായം ആദ്യം അടിച്ച് കയറ്റരുത്. ഈ എനിമ കയറ്റുന്ന പോലെ അങ്ങ് അടിച്ച് കയറ്റാൻ പറ്റുന്ന സാധനമല്ല കഷായവസ്തി. ആദ്യം തൈലവസ്തി 2 or 3 ചെയ്ത് കോഷ്ടത്തിന് ആൻലോമ്യം വന്നിട്ട് വേണം കഷായവസ്തി ചെയ്യാൻ. കഷായവസ്തി ചെയ്യുമ്പോൾ സാധാരണ നിലയ്ക്ക് തൈലവസ്തി പറഞ്ഞാൽ മധ്യാഹ്നമാണ് ചെയ്യാറ്. ധ്യാനം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടാണ് ചെയ്യാറ്. കഷായവസ്തി അങ്ങനെയല്ല. കഷായവസ്തി സാധാരണ ഈ വൈകുന്നേരം യുക്തമായ സമയമാണ്, വയറിലൊന്നും ഇല്ലാതെ ഒരു ലഘുവായിട്ടിരിക്കുന്ന സമയമാണ്. അതല്ലെങ്കിൽ അതിരാവിലെ ചെയ്യണം കഷായവസ്തി. സമയമുണ്ട് ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ അവൻ തിരിച്ചടിക്കും. ഈ ചെയ്യുന്ന അതേപോലെ തന്നെ പ്രാണായാമത്തിൻ്റെ കഥ പറഞ്ഞ കൂട്ടത്തിലാണ്. പ്രാണായാമം എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രാണൻ്റെ ആയാമാണ്, പക്ഷേ അതേ കൂട്ടത്തിൽ തന്നെ പ്രാണയമനുമാവും. നല്ലത് ചെയ്യുന്ന അതേപോലെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ കഷായവസ്തി. കഷായവസ്തി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത്യപകടകാരിയാണ്. ശ്രദ്ധിച്ചാൽ ഇത്രയും നല്ലൊരു ചികിത്സാ രീതി വേറെ ഇല്ല.